എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുണ്ടല്ലോ കപ്പ കൊണ്ടൊരു പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. കപ്പ പുട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കപ്പയൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം. ഇവിടെ കപ്പ അങ്ങനെ വാങ്ങിക്കാറില്ല. ഇപ്പം നമ്മൾ ഒരു കപ്പ പുട്ട് ഉണ്ടാക്കണമെന്ന് തോന്നി, അതുകൊണ്ട് വാങ്ങിച്ചതാണ്. കപ്പ കുട്ടികൾക്കൊന്നും അത്ര വലിയ താല്പര്യമില്ല, എനിക്കും വലിയ താല്പര്യമില്ല. ചേട്ടനാണെങ്കിൽ വലിയ ഇഷ്ടമാണ്, പക്ഷേ ആൾക്കെന്നാലും ഷുഗർ ഉള്ളതുകൊണ്ട് കപ്പയോട്ട് കഴിക്കാനും വയ്യ. പിന്നെ നമ്മളിതുപോലെ വല്ല കാലത്തൊക്കെ ഒന്ന് കുറച്ച് ഇവിടെ ആരെങ്കിലുമൊക്കെ നമുക്ക് കപ്പ തരും, അടുത്തുള്ളവരൊക്കെ. അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ഒക്കെ മതിയെന്ന് പറഞ്ഞിട്ട് വളരെ കുറച്ചൊക്കെ എടുക്കാറുള്ളൂ. അപ്പോൾ ഈ കപ്പ ഇന്ന് നമുക്കൊരു കപ്പ പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രം എടുത്തതാണ്. വളരെ കുറച്ചൊരു കപ്പ കൊണ്ടുള്ള പുട്ടേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ആർക്കും താല്പര്യമില്ല, പിന്നെ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി എടുക്കുന്നതാണ് കേട്ടോ. ഇത് കപ്പ നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കപ്പ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഈ നാരൊന്നും എടുക്കരുത്, ഇതൊക്കെ നമ്മൾ കളയണം. നമുക്കിത് കഴുകിയെടുക്കാം. നമ്മളുടെ കപ്പ നമ്മൾ വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലെ ആ നാരൊന്ന് കളഞ്ഞെടുക്കണം. അല്ലെങ്കിൽ നമ്മളിത് ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ നാരെല്ലാം അതിൻ്റെ അകത്തോട്ട് വീണ് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്. കണ്ടോ ഈ നാര്. അതിപ്പോൾ എന്തിനെടുത്താലും കപ്പയുടെ നാര് നമ്മൾ കളയും. എന്നാലും ഇത് പ്രത്യേകമായിട്ട് നമ്മളിങ്ങനെ പൊടിഞ്ഞിരിക്കുമ്പോഴേക്കുവേ എല്ലാ വശത്തും നാര് കാണുന്നില്ലല്ലോ ഈ കപ്പയ്ക്ക്. അതിന് നമുക്കിങ്ങനെ ഉരയ്ക്കുമ്പോൾ നാര് വരുവാണെങ്കിൽ അന്നേരം നമുക്കത് എടുത്ത് കളയാം. നമുക്ക് ഒന്ന് ഇങ്ങനെ ഉരച്ചെടുക്കാം ഈ കപ്പ കേട്ടോ. ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ പോകാതെ കണ്ടോ നാര് വരുന്നുണ്ടോ. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ നാരിങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി. കണ്ടോ ഇപ്പോൾ ആ നാര് മൊത്തം പോയി. പണ്ട് കപ്പപ്പുട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ അന്നൊക്കെ ഭയങ്കര ദാരിദ്ര്യമുള്ള കാലങ്ങളാണ് കേട്ടോ. കപ്പയൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് ഉണങ്ങും കപ്പ, എന്നിട്ട് അത് കടകളിൽ കൊണ്ടുവന്ന് വിൽക്കും. അപ്പം നമ്മൾ കപ്പ വാങ്ങിച്ചിട്ട് നമ്മൾ കപ്പ ഉരലിൽ ഇട്ട് പൊടിച്ചെടുത്തിട്ടാണ്. അന്ന് മില്ലിലൊന്നും പൊടിക്കുമല്ല, നമ്മൾ ഉരലിലിട്ട് കപ്പ പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ കപ്പപ്പുട്ടുണ്ടാക്കും. പക്ഷെ അത് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല റബ്ബർ ബാൻഡ് പോലെ ഇരിക്കും കേട്ടോ ആ കപ്പയുടെ പുട്ട്. നല്ലോണം തേങ്ങയൊക്കെ ചേർക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വെള്ളദാഹമായിരിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളവും കുടിക്കും. അന്നൊക്കെ പണ്ട് എനിക്ക് കപ്പ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെറിയ പ്രായത്തിലൊക്കെ കപ്പ ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് കുറച്ച് വലുതായി വന്നപ്പോഴേക്കുമാണ് കപ്പ ഇഷ്ടമില്ലാണ്ടായിപ്പോയത്. എന്താ പറ്റിയെന്നറിയില്ല, എനിക്ക് കപ്പ അത്ര താല്പര്യമില്ല. പക്ഷെ പച്ചച്ചക്കയാണെങ്കിലും ചക്ക പുഴുക്കുണ്ടാക്കിയാലും ഒക്കെ കഴിക്കും. പക്ഷെ കപ്പയോട് എന്തോ ഒരു മടുപ്പ്. ഇങ്ങനെ നമ്മൾ ഉരയ്ക്കുമ്പോൾ ഈ നാരിങ്ങനെ വരുന്നത് നമ്മൾ കളയണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. നമ്മളുടെ ഈ കപ്പ നമ്മൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ചെയ്തത് കുറച്ച് വലിയ സൈസായിപ്പോയി കേട്ടോ. അപ്പം ഞാനതൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തു. ഇത് രണ്ടാമത്തത് നല്ല കറക്റ്റ് സൈസ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് ഇത് അതിൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വെറുതെ വെള്ളം പോലെ ആയി പോകും എന്നൊക്കെ തോന്നിയത് കൊണ്ടാണ് ഞാൻ കുറച്ച് വലുതിലിട്ട് ഉരച്ചത്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനി പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഈ കപ്പയുടെ കട്ട് കുറച്ച് പോയിസൺ ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്കത് പിഴിഞ്ഞ് കളയാം. പണ്ടുള്ളവരൊക്കെ കപ്പയൊക്കെ വേവിക്കുമ്പോൾ ആദ്യം കപ്പയൊന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ ആ ആദ്യത്തെ വെള്ളം ഒന്ന് അങ്ങോട്ട് ഊറ്റി കളഞ്ഞതിന് ശേഷമാണ് അവർ രണ്ടാമത് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കുന്നത് കപ്പ. അപ്പം ആ കപ്പയുടെ എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് കഴുകി എന്നെടുത്താലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ കഴുകണില്ല കേട്ടോ. ഇതിങ്ങനെ പിഴിഞ്ഞ് കണ്ടോ, ഈ വെള്ളം ഇങ്ങനെ കളയാം. നമുക്ക് പാല് പോലത്തെ ഈ വെള്ളം നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ കപ്പ എടുക്കാം പുട്ടുണ്ടാക്കാനായിട്ട്. ഇങ്ങനെ പിഴിഞ്ഞ് കളയണം കേട്ടോ. നന്നായിട്ട് വരണുണ്ട് ഇതിൻ്റെ നീര് കണ്ടോ. ഈ നീര് മുഴുവൻ നമ്മൾ പിഴിഞ്ഞ് കളയണം. അപ്പോൾ നമ്മളെ കപ്പ ഇങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീരൊക്കെ കളഞ്ഞ് നമ്മൾ വച്ചേക്കുവാണ് കേട്ടോ. കണ്ടോ നല്ല പീര പോലെ ഇരിക്കുന്നുണ്ട് ഇത്.
നമുക്ക് ഇതിനെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നാളികേരം ചിരകി എടുക്കാം കേട്ടോ. നമുക്ക് ഇത് നമ്മളുടെ തെങ്ങിൽ കഴിഞ്ഞ ദിവസം എൻ്റെ ആങ്ങള വന്നപ്പോഴേക്കും അവന് കരിക്ക് കുടിക്കണമെന്ന് പറഞ്ഞിട്ട് ഇട്ടതാണ്. അപ്പോൾ അത് കരിക്കിൻ്റെ പരുവം കഴിഞ്ഞും പോയി, എന്നാൽ ശരിക്കും ഇട്ട് വിളഞ്ഞിട്ടുമില്ല. അപ്പോൾ നമുക്കതുകൊണ്ട് അത് പുട്ടിലേക്ക് ഇട്ടാം. പുട്ടിന് നല്ലതാണ് കേട്ടോ ഈ പരുവുള്ള തേങ്ങ. പിന്നെ ഇത് ബീഫിൻ്റെ അകത്തൊക്കെ ഇടാനായിട്ട് നല്ലതാണ്. ബീഫ് ഫ്രൈ ചെയ്യുമ്പോൾ ഇതിങ്ങനെ റൗണ്ട് ചെയ്തിടാൻ നല്ലതാണ്. നമ്മൾ തേങ്ങ ചിരവി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയുണ്ട് കേട്ടോ നമ്മളുടെ തേങ്ങ. നമ്മളുടെ കപ്പ നമ്മളിത് ഇങ്ങനെ ഉണ്ടോ ആക്കി നല്ല തേങ്ങ ചിരവി വെച്ചിരിക്കണ മാതിരി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചെറിയ തരികൾ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ബാക്കി ഈ പുട്ടുപൊടി, ഇങ്ങനത്തെ പുട്ടുപൊടിയും ചേർക്കാം നമുക്ക്. വേറെ നമ്മൾ പത്തിരിപ്പൊടി പോലെയൊക്കെ ഇരിക്കുന്ന അതുപോലത്തെ പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതും കൂടെയും കൂടി ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇത് മാറ്റി വയ്ക്കാം കേട്ടോ. റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം 10 മിനിറ്റ്. ലേശം പൊടി ചേർത്താൽ മതി. നമ്മൾ കപ്പപ്പുട്ടാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ കപ്പയാണ് മുൻപിൽ നിൽക്കേണ്ടത്. ഇനി നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. അപ്പം നമ്മളുടെ നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പുട്ടിൻ്റെ പൊടി ഇങ്ങനെ കുറച്ച് ഇതിൽ ചേർത്തിട്ട് ഇങ്ങനെ പൊത്തി വെച്ചിരുന്നില്ലേ, നിങ്ങളോട് കാണിക്കാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഒരു തുള്ളി വെള്ളം ഇങ്ങനെ ഒന്ന് തളിച്ചു കിട്ടോ. ഞാനത് കാണിച്ചില്ലായിരുന്നു. ഒരു ലേശം വെള്ളം, ഒന്ന് കുറച്ച് വെള്ളം കയ്യിലെടുത്ത് ഇങ്ങനെ ഒന്ന് തളിച്ചാൽ മതി. അങ്ങനെ തളിച്ചിട്ടുണ്ട്. പിന്നെ ഈ പുട്ടിന് നാളികേരം നന്നായിട്ട് ചേർക്കണം. നല്ല കട്ടിയിൽ തന്നെ കണ്ടോ ഇങ്ങനെ നാളികേരം ചേർക്കണം. അല്ല ഇതിൻ്റെ മണി തിരിയാൻ മാത്രം പോരാ, നന്നായിട്ട് ചേർക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കപ്പ നമ്മളിട്ടു. ഇനി നമ്മൾ നാളികേരം വീണ്ടും ഇടണം കേട്ടോ. നാളികേരം ഇങ്ങനെ കട്ടിയിലിട്ട് കൊടുക്കണേ. ചിലപ്പോഴൊക്കെ നമ്മൾ പുട്ട് കുത്തി ഇങ്ങനെ ഇടുമ്പോഴുണ്ടല്ലോ ഭയങ്കര കട്ടിയിലൊക്കെ ഇട്ട് കൊടുക്കും ടേസ്റ്റ് കിട്ടാൻ. പുട്ട് കുത്തി ഇടുമ്പോൾ നാളികേരം ഇങ്ങനെ അടർന്ന് ഇങ്ങനെ വീണ് പോകും. പുട്ടിൻ്റെ അകത്തുനിന്ന്, മാവിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ വിട്ടു പോരും നാളികേരം. പിന്നെ അത് പൂട്ടി തിരുമിയാന്ന് കഴിക്കാൻ കുഴപ്പമില്ല. വീണ്ടും നല്ല പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമുക്കിത് ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. വെള്ളം തിളച്ചിരിക്കുകയാണ് ഈ വെള്ളം കണ്ടോ. സമയത്ത് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ഈ പുട്ടുകുറ്റി അത്ര എനിക്ക് സുഖമായിട്ട് തോന്നണില്ല. ഇത് തേച്ച് കഴുകുമ്പോൾ ഇതിൻ്റെ അടിയിലൊരു സ്ഥലമുണ്ട്. അത് നമ്മൾ തേക്കുമ്പോൾ നമ്മുടെ കൈയിട്ട് കൊണ്ടിട്ട് കൈയൊക്കെ മുറിയുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ പുട്ടുകുറ്റി ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു. അത് 2 പ്രാവശ്യം പുട്ടുകുറ്റി അടുപ്പത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ ആരെങ്കിലും പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് സംസാരിച്ചൊക്കെ ഇങ്ങനെ നടക്കും. അത് കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴേക്കും ഈ ഇവിടെ ഇതിൻ്റെ താഴത്തുനിന്ന് തീ വരുന്നു. അപ്പം ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ താഴേന്ന് തീ വരണേന്ന് ഓർത്ത് നോക്കിയപ്പോഴേക്കും എന്താ പുട്ടുകുറ്റിയിലെ ഈ കുടത്തിലെ വെള്ളം വറ്റിയിട്ട് ഇതിൻ്റെ മൂടൊക്കെ കരിഞ്ഞ് കത്തി തീയായിട്ട് ആ തീ താഴത്തേക്ക് വീണിട്ട് അടിയിൽ കൂടെ തീ വരണം. എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ ആ സമയത്ത് വന്നു, അല്ലായിരുന്നെങ്കിൽ വീട് മൊത്തം നിന്ന് കത്തിപ്പോയേനെ. അത്രയും ഭയങ്കര പ്രശ്നമായിട്ട് പോയേനെ. ഗ്യാസിനൊക്കെ തീ പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമല്ലേ. അങ്ങനെ ആയിപ്പോയി. അങ്ങനെ എൻ്റെ 2 കുറ്റി പോയി, 2 കുടം പോയി. പക്ഷേ കുറ്റികൾ 2ഉം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിപ്പോൾ 3ാമത് വാങ്ങിയതാണ്. ഇന്നിപ്പോൾ നമുക്ക് രാവിലെ മീൻ വന്നില്ല. നമ്മൾ സ്ഥിരം വാങ്ങുന്ന ഒരാളുണ്ട്, അയാളെ നോക്കി ഇരുന്നപ്പോൾ അയാൾ വന്നില്ല. അപ്പം നമുക്കതുകൊണ്ട് കറിയൊന്നും ഉണ്ടായിരുന്നില്ല. ചമ്മന്തിയും ഉണക്കമീൻ വറുത്തതും പച്ചമോരൊക്കെ ആയിരുന്നു ഉച്ചയ്ക്ക്. അപ്പം ഇനി നാളെ രാവിലെ ഇഡ്ഡലിയാണ്. അപ്പം നമുക്കിപ്പോൾ ചോറിനും ഒരു ചാറായിട്ട് സാമ്പാർ ഉണ്ടാക്കാം. പിന്നെ നാളത്തേക്കുള്ള ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കും നാളെ. അപ്പോൾ അതിനും കുറച്ച് സാമ്പാർ. നാളെ ചട്നി ഉണ്ടാക്കാനായിട്ട് എനിക്ക് സമയമില്ല. നാളെ എനിക്ക് എൻ്റെ നാത്തൂൻ്റെ അടുത്തൊന്ന് പോകണം. അതുകൊണ്ട് എനിക്കതിന് സമയം ഉണ്ടാവില്ല. അപ്പം ഞാൻ അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ ആക്കി വെച്ചതാണ് സാമ്പാർ. നല്ല സാമ്പാറാണ് കേട്ടോ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ പുട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം എങ്ങനെയായി എന്നുള്ളത്.
അങ്ങനെ നമ്മളുടെ കപ്പപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് 3 കഷ്ണം ആക്കായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അന്നേരം ഒരെണ്ണം ഇട്ടപ്പോൾ അങ്ങ് കൂടിപ്പോയി. പിന്നെ ഞാനത് അങ്ങനെ തന്നെ ബാക്കിയുള്ളത് ഇതാക്കിയെടുത്തു. കണ്ടോ, നല്ല പുട്ടാണ് കേട്ടോ. നമ്മൾ കപ്പ പൊടിച്ച് ഉണ്ടാക്കണ അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇങ്ങനെ ഉണ്ടാക്കിയാലും. പിന്നെ എന്തിനാ നമ്മൾ കുറേ ഉണക്കി കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കണേ, ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കിയാൽ പോരെ. നമ്മുടെ കപ്പപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കണം, നല്ല സോഫ്റ്റ് പുട്ട് കണ്ടോ, നല്ല പഞ്ഞി പോലെ ഇരിക്കണ പുട്ടാണ്. പിന്നെ സാമ്പാറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. സാമ്പാർ ഉണ്ടാക്കിയിരിക്കണമെങ്കിലും ഈ കപ്പപ്പുട്ടിന് വേറെ ഒരു കറിയും ഇല്ലാതെ തനിയെ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. സാമ്പാർ നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മളത് കൂട്ടി കഴിക്കണമെന്ന് മാത്രം. കപ്പപ്പുട്ടിന് വേറെ ഒരു കറിയും വേണ്ട. പുട്ട് ഇതുപോലെ നാളികേരം നന്നായി ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ട് അത് കൂട്ടി അങ്ങ് അത് തന്നെ അങ്ങ് കഴിച്ചാൽ മതി. വേറെ ഒരു കറി, പഴമോ പപ്പടമോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. നമ്മളെന്തിനാ വെറുതെ കഷ്ടപ്പെട്ട് പൊടിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പച്ചക്കപ്പ ഇങ്ങനെ ആക്കി എടുത്താൽ മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം.